ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഫോർക്ക് ഒലിസിയിൽ മാറ്റാനായിട്ട് അയച്ചിട്ടുണ്ട്. ഫോർക്ക് ഒലിസിയിൽ തിരുമ്പിട്ട ഒരവസ്ഥയിലേക്ക് മൊത്തം ലീക്കായിട്ടുണ്ട് കേട്ടോ. നിലവിൽ പൈപ്പിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ഈ ഒരു പൈപ്പിൻ്റെ ഭാഗത്ത് കാണുന്നുണ്ട്. കാരണം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. ഒലിസിയിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് മാറിക്കോളും. തേമാനമുണ്ട് പൈപ്പിന്, പക്ഷേ തീരെ മോശം അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ഇതിവിടെ കാണുന്ന ഒരു സ്ക്രാച്ചസാണ്. അത് നമുക്കൊന്ന് റബ്ബ് ചെയ്തിട്ട് കയറ്റിയിടാം. അപ്പോൾ ഒലിസിയിൽ മാറ്റി പരമാവധി യൂസ് ചെയ്യുക. ലീക്കേജ് കൂടുതലായിട്ട് പിന്നീട് എങ്ങാനും കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വരാൻ സാധ്യത കുറവാണ്. പിന്നീട് വരാണെന്നുണ്ടെങ്കിൽ ഫോർക്ക് പൈപ്പും ഒലിസിലും കൂടി മാറ്റി റീസെറ്റ് ചെയ്താൽ മതി. ഇപ്പം നിലവിൽ ഒലിസിൽ മാറ്റിക്കഴിഞ്ഞാൽ നിന്നോളും, കുഴപ്പമില്ല, ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഞാൻ എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ പൈപ്പിൻ്റെ ആ ഒലിസിൽ വർക്ക് ചെയ്യണ ഭാഗത്ത് വർക്ക് ചെയ്ത് വളരെ സെൻസിറ്റീവായിട്ടുണ്ട് ഈ ഭാഗം. അത് വളരെ സ്മൂത്തായി പോയേക്കാം. അപ്പോൾ അവിടെ പിന്നീട് കംപ്ലയിൻറ്റ് വന്നുകൂടായിക്കൊന്നുമില്ല. ഇപ്പം ഇല്ലെങ്കിലും പിന്നീട് കംപ്ലയിൻറ്റ് വന്നുകൂടായിക്കൊന്നുമില്ല. ഇതിവിടെ ചെറിയൊരു സ്ക്രാച്ച് കാണുന്നുണ്ട്. അത് റബ്ബ് ചെയ്ത് തൽക്കാലം നമുക്ക് റബ്ബ് ചെയ്തിടാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റിയിടേണ്ടി വരും. കാരണം ഫോർക്ക് പൈപ്പും മാറ്റുമ്പോൾ ഒരു പൈപ്പിന് 1100 അടുത്ത് നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഒരു 1100 അടുത്ത് നമുക്ക് മൊത്തത്തിൽ ഫോർക്ക് ഓയിൽസീൽ മാറ്റണതിന് വരും. പ്ലസ് ഫോർക്ക് പൈപ്പിൻ്റെ എമൗണ്ട് വരാം. എപ്പോഴും ചെയ്യുമ്പോൾ മാറ്റണ സമയത്ത് രണ്ട് പൈപ്പും കൂടി 2 ഫോർക്കും കൂടി ഒരുമിച്ച് റിപ്പയർ ചെയ്യണമായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം അതല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ മാറിപ്പോവും. പെട്ടെന്ന് വീണ്ടും അടുത്തതിലേക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ പരമാവധി ഇത് ഉപയോഗിക്കുക. അതിന് ശേഷം പിന്നീട് കംപ്ലയിൻറ്റ് വന്ന് മാറ്റണ സമയത്ത് 2 ഫോർക്ക് പൈപ്പും അതിൻ്റെ ഓയിൽ സീലുകളും ഓയിലും മാറ്റി റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ നിന്നോളൂ, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഉള്ളിൽ വരുന്നൊരു ബ്രാക്കറ്റ് അസംബ്ലിയാണ്. അതിൻ്റെ ഇവിടെ തന്നെ ഇതേപോലെ നട്ട് വരുന്ന ഭാഗം പൊട്ടിപ്പോയേക്കാണ്. ചെളി അടിച്ചിരുന്നിട്ട് ആ ഭാഗം തുരുമ്പിട്ട് പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിലൊന്ന് മാറ്റിയിടുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നിലവിൽ വേറെ നമുക്ക് വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഓയിൽ ചേഞ്ചോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആകെ നമുക്ക് ഫോർക്കിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട വർക്കാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് പുറമെ വന്നത് മൺഗാർഡ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണേ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.